ഈ ലേസ് വെച്ച് നെക്ക് തയ്ക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ബാക്ക് പാർട്ട് നേരത്തെ കട്ട് ചെയ്ത് വെക്കും. ഒരിക്കലും ചെയ്യരുത്. ഈ ലേസ് മുന്നോട്ട് നിൽക്കുന്ന ലേസെ കൂട്ടിയാണ് ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ലേസ് തയ്ച്ചതിന് ശേഷം അളവ് നോക്കിയിട്ട് മാത്രമേ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാവൂ. കണ്ടോ? നമുക്കിത് വല്ല പരിചയമുണ്ടോ? നമ്മുടെ കൺട്രോളിൽ നിൽക്കുമോ ഇല്ലയോ? ഞാൻ കാല് നിർത്തിയാലും ഇത് ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മേ, ഞാൻ എന്നാ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഇതാ എൻ്റെ മെഷീൻ, ഒന്ന് കാണിച്ചേക്കാം. എന്നിട്ട് വേണ്ട എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടില്ലേ. നമ്മുടെ പുതിയ ജായ്ക്കിൻ്റെ F5 വേർഷനാണ്. കട്ടപ്പനയിൽ തന്നെയാണ് വാങ്ങിയത്. വിലയൊക്കെ നിസ്സാര വിലയുള്ളൂ. 26,000 മേളിലായി എനിക്കിവിടെ. പക്ഷേ മറ്റു ജില്ലകളിലൊക്കെ ഇതിനേക്കാൾ ഒരു പക്ഷേ കുറവായിരിക്കും. കണ്ടോ? ഈ ലിവറിൽ താക്കുമ്പോഴാണ് മിഷൻ ബാക്കിലേക്ക് നമ്മളിങ്ങനെ അടിക്കത്തില്ലേ, അങ്ങനെയൊക്കെ വരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ടോ? അതൊരിട്ട് കാണിച്ചേക്കാവേ. കാണിച്ചിട്ട് വേണ്ടേ പറയാനായിട്ട്. ബാക്കി ഫുൾ ഡെമോൺസ്ട്രേഷൻ ഞാനൊന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ചവിട്ടുന്നത് ഈ സൂത്രമില്ലേ, ഇത് നമ്മുടെ കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ പ്രഷർ ഫൂട്ട് പൊങ്ങുന്നത്. കണ്ടോ? ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്കിതറിയോ, നമുക്കിവിടെ താഴെ ഒരു ലിവറല്ലേ സാധാരണ മെഷീനുള്ള, നമ്മളതല്ലേ യൂസ് ചെയ്ത് ശീലമുള്ളൂ. അങ്ങനെ എൻ്റെ ആദ്യത്തെ തയ്യൽ ഇത് നടത്താൻ പോവാം. വേറൊരു കാര്യം ഓർക്കണം, ഇത് വൈകുന്നേരം ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ ഇച്ചിരി കാര്യം പറഞ്ഞതല്ലാതെ എനിക്ക് ശരിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഈ ലേസ് വെച്ച് ഞാൻ ഒരു വി നെക്ക് തയ്ക്കാൻ പോവാം. അതാണ് നമ്മുടെ ആ പുതിയ മെഷീനിൽ പുതിയ സംരംഭം. നമുക്ക് ഒന്നിച്ചങ്ങ് തുടങ്ങാം അല്ലേ? രണ്ടും കൽപ്പിച്ച് തുടങ്ങുക. വന്നാൽ പിന്നെ വന്നതിൻ്റെ ബാക്കി. ലേസിൻ്റെ അകവും പുറവൊന്ന് നോക്കുക. ചില ലേസിൻ്റെ കണ്ടാൽ മനസ്സിലാകും, ചിലത് പിടി കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ മോശം വശമായി ഇങ്ങനെ വെക്കുന്നത്. നല്ല വശം അകത്തോട്ടാക്കി വി ഷേപ്പ്. ഞാൻ ഈ ചുരിദാറിൻ്റെ നെക്ക് കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം നിങ്ങൾക്ക് ഞാൻ നാളെ വീഡിയോ ഫുൾ ഇട്ട് തരാം. ഇതിപ്പം പുതുമോടിക്ക് ഞാൻ ഈ നെക്ക് തയ്ച്ചത് മാത്രം ഒന്ന് കാണിക്കുക. ഉണ്ടോ? അയ്യോ, ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ട് പോകുന്നതല്ല, അറിയാതെ എൻ്റെ കാല് അതെല്ലാം കണ്ട് അമുങ്ങി പോകുന്നതാണ്. എനിക്ക് പതുക്കെ തയ്ക്കണമെന്ന് ആഗ്രഹം. പക്ഷേ ഉണ്ട്, ഇവിടം വരെ തയ്ച്ചാൽ മതി. അതായത് എവിടെയാണോ നമ്മൾ ആ വീനക്ക് കൊണ്ട് നിർത്തുന്നത് അവിടെ കൊണ്ട് നിർത്തണം. നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴേക്ക് ബാലൻസ് ഇട്ടിട്ട് നിർത്തുക. ഇനി ഞാൻ എങ്ങനെ അവിടെ കെട്ടിടുന്നേ? എൻ്റെ അമ്മ, എനിക്കെങ്ങും അറിയത്തില്ല. ഇച്ചിരി താഴേക്ക് തയ്ച്ച് അത്രയും വേണ്ടായിരുന്നു. ഇനി അവിടെ കെട്ടിടണമെങ്കിൽ ഞാൻ വലിച്ച് ഊരി ഉണ്ടോ പിന്നെയും തയ്ക്കുക. ഇങ്ങനെ നല്ല തയ്ക്കണ്ടേ, നല്ല ഈ മെഷീൻ യൂസ് ചെയ്യുന്നവർ കണ്ടു ചിരിക്കും ഇന്നും. അപ്പം ഞാൻ മുമ്പ് കാണിച്ച ലിവർ താഴേക്ക് താത്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ബാക്കിലേക്ക് പോകും. അതൊക്കെ ഇനി ഞാൻ പഠിച്ച് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം വയസ്സാം കാലത്ത്. എന്താണേലും അതങ്ങനെ തയ്ച്ചു. കണ്ടല്ലോ? ഇനി മറുവശത്ത് നമുക്ക് ബാക്കി ലേസ് പിടിപ്പിക്കാം. അതിനും ഇതുപോലെ തന്നെ നമുക്ക് ചേർത്ത് വെച്ച് അടിക്കാം. നിങ്ങൾ ഓർക്കുന്ന പോലെ ഞാൻ സ്പീഡിൽ തയ്ക്കുന്നതല്ല, ഇതൊക്കെ അറിയാതെ അങ്ങ് സ്പീഡായി പോകുന്ന. ഓ, ഇങ്ങനെ ലേസ് മുമ്പോട്ട് മറിക്കേണ്ടതാണ് എനിക്ക് ഫ്രണ്ടിലോട്ടാണ്. ഞാൻ കാണിച്ചു വെച്ച പണി കണ്ടോ? തലയ്ക്കും വരവില്ലെന്നായി. എൻ്റെ തമ്പുരാനെ, മിഷൻ പുതിയത് വന്നപ്പോൾ എൻ്റെ ബോധവും പോയെന്ന് തോന്നുന്നു. ഇനി ഊരിയെടുക്കണേലൊരു പ്രശ്നം കേൾക്കണോ? ഈ മിഷിൻ്റെ കാണിയല്ല, നല്ല സ്ട്രോങ്ങാണ്. നല്ല പ്രസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇത് ഈ തയ്യൽ നല്ല ബലവത്തായിരിക്കും. നമ്മുടെ സാധാരണ മിഷിൻ്റേതോ മറ്റേ ടേബിൾ ടോപ്പ് മിഷിനെ തയ്ക്കുന്ന പോലെ അല്ല. അതായി ഞാനിത് വാങ്ങിക്കാൻ കാര്യം. നല്ല ഈ കോളറും കഴുത്തൊക്കെ നല്ല വൃത്തിക്കിരിക്കുന്ന കാണാം ഓരോരുത്തർ തയ്ക്കുന്നത്. അത് കണ്ട് കൊതിച്ചിട്ട് മേടിച്ചതാണ്. അഴിച്ചെടുക്കുക, അല്ല എന്നാ ചെയ്യാനാ മാർഗം? അവനും ചെയ്തത് അവനും തന്നെ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ബോഡിയിലോട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിക്കുക വേണ്ടേ, കേട്ടോ? നമുക്കൊന്നുകൂടെ തയ്ച്ചെടുക്കാവേ. ഒരു 1/2 ഇഞ്ച് കഷ്ടിച്ച് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിട്ടുകൊണ്ട് തയ്ച്ചു പോകാം. കണ്ടോ? സ്പീഡിൽ തയ്ച്ചു പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ 1, 2 എന്നുള്ള കാണി അടിക്കാനും എനിക്കറിയാം. പക്ഷേ എപ്പോഴാണെന്ന് ശരിക്കറിയത്തില്ല. നമുക്ക് വേണ്ടടുത്ത് കൊണ്ടുപോയി നിർത്തി. കണ്ടോ? നിർത്തിയിട്ട് ബാക്ക് എടുത്തിട്ട് തയ്ക്കുന്നത്. എനിക്കല്ലാതെ ശരിക്കും തയ്ക്കാൻ അറിയത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ കൈ ഇതിനടിയിലോട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ? ആ പ്രഷർ ഫുട്ട് പൊക്കാൻ വേണ്ടിയാണ് എന്നും ചെയ്യുന്ന പോലെ.
നമ്മൾ അങ്ങനെ 2 ലേസും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, അവിടെ രണ്ട് വലിപ്പത്തിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ കുഴപ്പമല്ല, എൻ്റെ മെഷീൻ്റെയും കൂടെ കുഴപ്പമാണ്. നമുക്ക് അവിടെ 2 ഒരുപോലെ ആക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? ആ ലേസ് അടിച്ച് നമ്മൾ ആ വി ഷേപ്പിൻ്റെ ആ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരേ അളവിൽ വന്നിരിക്കണം. അതായത് ഒരു 1/2 ഇഞ്ച് ഇറങ്ങി നിൽക്കണം, 2 ഒരുപോലെ. കണ്ടല്ലോ? ഇനി നമ്മൾ നമ്മുടെ നല്ല മൂർച്ചയുള്ള കത്രിക വെച്ച് ഈ 2 സൈഡും ആ തയ്യലെ മുട്ടാതെ തയ്യലിൻ്റെ അടുത്ത് വരെ വരണം. അത് ഒരു 1/4 ഇഞ്ചിന് മേളിൽ കട്ട് ചെയ്തെങ്കിലേ നമുക്ക് ആ ഫ്രണ്ട് വശം മറിഞ്ഞ് കിട്ടത്തുള്ളൂ നല്ലതുപോലെ. കണ്ടോ? ഇത് കണ്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്? അത് പോരാ. കണ്ടോ? അത് പോരാ, ഒരു സ്വല്പം കൂടെ വേണം. അതായത് മൊത്തത്തിൽ തുണി മറിഞ്ഞ് വരുന്ന ഒരു 1/2 ഇഞ്ചിനടുത്ത് കിട്ടണം. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണേ. കത്രികയും ഇന്നലെ മൂർച്ചപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. കണ്ടോ? അത്രയും നമുക്ക് കിട്ടണം. ഇനി ഞാൻ എന്നാ ചെയ്യും നിങ്ങൾ നോക്കണേ. ഞാനിത് പതിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പ് അകത്തോട്ടാക്കി ലേസ് മാത്രം പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ അടിക്കുന്നത്. നമുക്ക് ഇച്ചിരി കട്ടിയുള്ള ലേസ്, അതായത് കട്ടി എന്ന് പറഞ്ഞാൽ വലിയ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ലേസുകളെ ഇങ്ങനെ വെച്ച് ചെയ്താൽ കാണാൻ ഭംഗിയാണെന്ന് എനിക്കൊരു തോന്നൽ. നമുക്ക് തയ്ച്ചു കഴിഞ്ഞ് നോക്കാം എങ്ങനെ ഉണ്ടെന്നില്ലേ. എന്താണേലും ഞാൻ പുത്തൻ നെക്ക് അങ്ങ് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. വരുന്നിടം പിയോ അങ്ങനെ അവിടെ കൊണ്ടുവന്നത് തയ്ച്ച് നിർത്തി. മുമ്പ് ഞാൻ തയ്ച്ച് നിർത്തിയിടത്ത് വരെ പതിച്ചടിച്ചു. കണ്ടോ? ഇത് വൃത്തിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതും പതിച്ചടിക്കുക. കണ്ടോ? പതിച്ചടിക്കുമ്പോൾ എന്നാ ചെയ്യുന്ന നോക്കിക്കേ, തയ്യൽ തുമ്പിനെ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് മാറ്റി ലേസ് മാത്രം പുറത്ത് വരത്തക്ക രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈ ലേസ് ഇങ്ങനെ അടിക്കുമ്പം അറിയാം എന്തേരെ പുറത്തോട്ട് വേണമെന്നുള്ള പ്ലാൻ വെച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടല്ലോ നിങ്ങൾ? അങ്ങനെ നമുക്ക് ഇങ്ങനെ അടിച്ചു വരാം. കണ്ടോ? എനിക്ക് കൺട്രോൾ ചെയ്ത് അടിക്കാനൊക്കെ അറിയാമല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഈ പോയിൻ്റ് ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് കണ്ടോ, ഈ ലിവറെ പിടിച്ച്, അത് നിങ്ങൾക്കിപ്പം കാണത്തില്ല, മുമ്പ് ഞാൻ കാണിച്ചാൽ ലിവറെ പിടിച്ച് താത്തിട്ട് തയ്ക്കുമ്പോൾ ബാഗിലോട്ട് പോകും. പക്ഷേ പല പ്രാവശ്യം ഞാൻ കയ്യും കൊണ്ട് ഈ പ്രഷർ ഫുഡ് പോക്കാൻ വന്നത് നിങ്ങൾ കണ്ടില്ല. ഇതാണ് നമ്മുടെ തയ്ച്ച് കഴിഞ്ഞ അവസ്ഥ. ഇനിയും കണ്ടോ? ഈ 2 ലേസും നമ്മൾ അകത്തോട്ടാക്കുക. കണ്ടോ? അകത്തോട്ടാക്കിയപ്പം തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അകത്തോട്ട് മറിഞ്ഞ് കിട്ടി. ഇങ്ങനെ കിട്ടും. ഇനി നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ നെക്കിന് എന്തേരെ വിട്ട് വേണം, എത്രയും നെക്ക് അകന്നിരിക്കണം, എങ്ങനെ ഡെപ്തിൽ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലേസ് ഇപ്പം നമ്മൾ തയ്ക്കുന്ന ആ സമയത്താണ്. അതനുസരിച്ച് അതൊക്കെ നമ്മൾ നോക്കി നേരെ വെച്ചിട്ട് ഇവിടെ മാത്രം അടിക്കാൻ പോവാം. പറയാൻ എളുപ്പമാണ്. ഇവിടെ കെട്ടിട്ട് തയ്ക്കണമെങ്കിൽ ഞാൻ എങ്ങനെ തയ്ക്കുമോ? ദൈവമേ, നല്ല തയ്യൽക്കാർ കണ്ട് ചിരിക്കല്ലേ. ഒപ്പിച്ചു കെട്ടിടാനൊന്നും പറ്റിയില്ല. എങ്കിലും ഇവിടെ കൊണ്ട് കുത്തി നിർത്തിയിട്ട് ഞാൻ തിരിച്ച് തയ്ക്കാൻ പോവാം. ഒന്നുകൂടെ 2 അടുപ്പ് വേണ്ടേ? 2 അടുപ്പ് അടിക്കാം. അടിച്ച് അവിടെ നിന്ന് ഞാൻ ഈ വശത്തൂടെ ഒന്നുകൂടെ തിരിച്ചു വരിക. 2 ഉണ്ട് കാര്യം. ഒന്ന് കെട്ടിടാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, അത്രയും കൃത്യം അറിയത്തില്ല. ഇവിടെ ഒരു സ്വല്പം തയ്യൽ വിട്ട് നിൽക്കുന്നുണ്ട്, അതേ കൂടെ കയറി ഇങ്ങ് പോരട്ടെ അല്ലേ. നെയ്യപ്പം തിന്നാൽ 2 ഉണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ 2 സ്റ്റിച്ചും ആകും, ബലത്തിന് നിന്നോളുകയും ചെയ്യും. കഴുത്ത് ഫിനിഷ്. ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ചുരിദാറിൻ്റെ പുതിയ നെക്ക് കഴുത്ത്, വീനെക്ക് വിത്ത് ലേസ്. ഇനി ഒരു ഒച്ചുകാരുടെ പെട്ടെന്ന് പറയാവേ. ഈ ലേസ് വെച്ച് നെക്ക് തയ്ക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ബാക്ക് പാർട്ട് നേരത്തെ കട്ട് ചെയ്ത് വെക്കും. ഒരിക്കലും ചെയ്യരുത്. ഈ ലേസ് മുന്നോട്ട് നിൽക്കുന്ന ലേസെ കൂട്ടിയാണ് ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ലേസ് തയ്ച്ചതിന് ശേഷം അളവ് നോക്കിയിട്ട് മാത്രമേ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാവൂ. കണ്ടല്ലോ? ഇങ്ങനെ നമ്മൾ വരയിടുന്നത് ഒരു സ്വല്പം ഞാൻ ഈ സെൻറ്ററിലേക്ക് നീക്കിയിട്ടാണ്. അല്ല എന്നാ പറ്റും, അടിച്ചു ലൈനിങ് തുണി വെച്ച് അടിച്ചു മറിക്കാനാണെങ്കിൽ കറക്റ്റേ നമുക്ക് ചെയ്യാം, പോവുകയില്ല. ഇതെനിക്ക് അതിനല്ല. ഞാൻ ഇനി ഇതിൻ്റെ സൈഡെല്ലാം മിഷനെ കയറാനുള്ള വ്യഗ്രതയിൽ സൈഡെല്ലാം അടിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. എനിക്കിതിന് മറിച്ചിടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് ഈ കഴുത്ത് പോലെ തന്നെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അടിച്ച് മറിക്കാനാണേ. അപ്പം നമുക്ക് 4 ഇഞ്ച് വീണ്ടും പോകും. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നെക്ക് വരച്ചെടുക്കാനായിട്ട്. ബാക്ക് നെക്ക് ഞാനൊരു 5.5 ഇഞ്ച് ഇറക്കവും 3 ഇഞ്ച് കഷ്ടിച്ചേ എനിക്ക് വരുന്നുള്ളൂ. ഉണ്ടോ? 5.5 ഇഞ്ച് ബാക്ക് ഇറക്കവും 3 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ ഈ നെക്ക് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ. തയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഈ വി കഴുത്ത് മാത്രം കാണിച്ചതേ ഉള്ളൂ. കണ്ടോ? എല്ലാം ഫിനിഷ് ചെയ്തു. ബാക്ക് കഴുത്ത് തയ്ച്ച് ഹെമ്മിങ് നടത്തി ഫിനിഷ് ചെയ്തു. പുതിയ മെഷീനിലെ പുതിയ നെക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ? ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. നെക്ക് കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ആ കട്ടിയുള്ള ഭാഗമൊക്കെ നല്ല
നല്ലതായിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റായിട്ട്. ഇത് കണ്ടോ, ഈ വീനെക്കിൻ്റെ ഉൾവശം ദേ ഇങ്ങനെ ആയിരിക്കുന്നത്, ഇങ്ങനെ കിട്ടും കണ്ടോ, അങ്ങനെ കിട്ടിയാൽ മതി പെർഫെക്റ്റായിട്ട്. ഇട്ട് നോക്കിയില്ല ഇത്രയൊന്നും, പിന്നെ അവനവൻ്റേതായതുകൊണ്ട് സാരമില്ല, വേറെ ആർക്കും തയ്ച്ചു കൊടുക്കാനല്ലല്ലോ. എന്താണെങ്കിലും ഫിനിഷിംഗ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ, തയ്യൽ നോക്കിക്കേ, അതേ കൂടെ പതിഞ്ഞ് കയറി വന്നേക്കുന്ന തയ്യലൊക്കെ നല്ല വൃത്തിയല്ലേ. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. കണ്ടോ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതേ തയ്ക്കണമെന്ന്. നമ്മൾ തയ്ച്ച് പഠിക്കുമായിരിക്കും അല്ലേ, പിന്നെ നമ്മൾ തയ്ച്ച് പഠിക്കാതെ ഇടപ്പാനാ. നോക്കിക്കേ, ബാക്കിനൊക്കെ സൈഡൊക്കെ തയ്ച്ചേക്കുന്നത് ഫിനിഷിംഗ് ആയോ? മെഷീൻ മേടിച്ചുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അറിയത്തില്ലേ, ഉപകാരമുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ തയ്ക്കുക, പഠിക്കുക, വീനക്ക് തയ്ച്ചെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.